ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായിട്ട് ഔഷധ ഗുണങ്ങൾ ധാരാളമുള്ള മഞ്ഞൾ മറ്റുള്ളവയേക്കാൾ എല്ലാം മുന്നിലാണ്. കുഞ്ഞുങ്ങളുടെ നിറം വർദ്ധിപ്പിക്കാൻ കുളിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം മഞ്ഞൾ പുരട്ടി കിടത്തുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതുണ്ടോ എന്ന് എനിക്കറിയില്ല. മഞ്ഞൾ മാത്രമായോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്തോ നമുക്ക് ഈ രീതിയിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പുരട്ടാനായിട്ട് ചെയ്യാവുന്നതാണ്. ശരീരത്തിൻ്റെ നിറവും ശോഭയും ഒക്കെ വർദ്ധിപ്പിക്കാനും മുഖത്ത് കാണുന്ന പാടുകളും ചർമ്മരോഗങ്ങളും ഒക്കെ അകറ്റുവാനും മഞ്ഞളിനോളം പോകുന്ന നല്ലൊരു മരുന്നില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ വളരെ എളുപ്പത്തിൽ മഞ്ഞൾ ഉപയോഗിച്ച് നിറം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് നോക്കാം. പച്ചമഞ്ഞളും പനിനീരും ചേർത്തരച്ച് അതിലേക്ക് ഒരൽപ്പം തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ പോലെ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം. ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുവാനും ചർമ്മത്തിലെ ചുളിവുകൾ, വരകൾ ഇതൊക്കെ നീങ്ങുവാനായിട്ടും മഞ്ഞൾ പാക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുക. പച്ചമഞ്ഞൾ ലഭ്യമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടി ആയാലും മതി. മുഖക്കുരു ഉള്ളവർക്ക് അത് മാറാനായിട്ട് അതുപോലെ തന്നെ നിറം വർദ്ധിപ്പിക്കാനും സാധിക്കുന്ന ഒരു നല്ലൊരു പാക്ക് പറയാം. പച്ചമഞ്ഞൾ അരച്ചത് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുൾട്ടാണി മിട്ടി, അതുപോലെ തന്നെ പാല്, ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്ത ശേഷം മുഖത്ത് പുരട്ടുക. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. മുഖക്കുരു മാറുവാനും അതുപോലെ നിറം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന ഒരു പാക്കാണ്. ചർമ്മത്തിലെ ഡെഡ് സ്കിന്നൊക്കെ നീക്കി നിറം കൂട്ടുവാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ക്രബ് മഞ്ഞൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. മഞ്ഞൾ നന്നായിട്ട് അരച്ചെടുക്കുക. ഈ മഞ്ഞൾ അരച്ചതിലേക്ക് ആവശ്യത്തിന് ഓട്സ് പൊടി ചേർക്കുക. ഒരല്പം പാൽപ്പൊടിയും ചേർത്ത് നല്ല കുറുക്കു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഫേസിൽ പുരട്ടി സ്ക്രബ് ചെയ്യാവുന്നതാണ്. സ്ക്രബ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് വെച്ചിരുന്ന ശേഷം നമുക്ക് കഴുകിക്കളയാം. കുഞ്ഞുങ്ങൾ നല്ല വെളുത്ത നിറത്തോടെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. കുട്ടികളുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് മഞ്ഞൾ അരച്ചത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മഞ്ഞൾ അരച്ച എണ്ണ കാച്ചി സൂക്ഷിക്കാവുന്നതാണ്. അത് ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. ചർമ്മത്തിൻ്റെ നിറം കൂട്ടുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള ചർമ്മരോഗങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നു. മഞ്ഞൾ ധാരാളം വളരുന്ന നാടുകളിൽ അല്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ മഞ്ഞളൊക്കെ ധാരാളം ഉണ്ടാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഇതുപോലെ മഞ്ഞളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നു. ആ രീതിയിൽ നമ്മൾ മഞ്ഞൾ അരച്ചു തേച്ച് കുളിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവന് നല്ല നിറവും വെച്ചു കേട്ടോ. നല്ല നിറമുള്ളവരുടെ മുഖത്ത് കറുത്ത കുത്തുകളും പാടുകളും അതേപോലെ തന്നെ ബ്രൗൺ നിറത്തിലുള്ള പാടുകൾ ഇതൊക്കെ ഉണ്ടാകുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇതൊക്കെ മാറാനായിട്ട് നമുക്ക് മഞ്ഞൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. മഞ്ഞളും തുളസിയിലയും 2 തുള്ളി നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്ത ശേഷം പാടുകളുള്ള ഭാഗത്ത് പുരട്ടുക. ഇത് പതിവായിട്ട് പുരട്ടിയാൽ മുഖത്തെ ഇത്തരം പാടുകൾ നമുക്ക് അകറ്റാൻ കഴിയും. അതുപോലെ ചുണങ്ങ് പോലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഈ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് മഞ്ഞൾ. ആരോഗ്യ ഗുണങ്ങൾ മാത്രമല്ല സൗന്ദര്യ ഗുണങ്ങളും മഞ്ഞളിന് വേണ്ടുവോളം ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. വരണ്ട ചർമ്മമുള്ളവരുടെ ഒരു പ്രധാന പ്രശ്നം സ്ഥിരമായിട്ട് നിൽക്കുന്ന വിണ്ടുകീറലാണ്. മഞ്ഞൾ അരച്ച വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് നമുക്ക് കാലിൽ പുരട്ടി കുറച്ച് സമയം അങ്ങനെ ഇരിക്കുന്നത് വളരെ പെട്ടെന്ന് വെടിച്ചുകീറലൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഒറ്റമൂലിയാണ്. അതുപോലെ മുഖത്ത് അനാവശ്യ രോമങ്ങൾ ഉണ്ടാകുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ടീനേജേഴ്സിനാണ് കൂടുതലായിട്ട് ഇതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പച്ച പപ്പയായും പച്ചമഞ്ഞളും കൂടി അരച്ച ശേഷം മുഖത്ത് പുരട്ടുന്നത് ഇത്തരം രോമങ്ങൾ അകറ്റാനായിട്ട് വളരെ നല്ല ഒരു വഴിയാണ്. ഇനി പൊള്ളലുകളുടെ പാട് വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് മഞ്ഞൾ അരച്ചത് പുരട്ടുന്നതിലൂടെ സാധിക്കും. പൊള്ളലുകളുടെ പാടുകൾ മാത്രമല്ല മുറിവുകളുടെ പാടുകളൊക്കെ മാറാനായിട്ട് ഈ മുറിവ് ഉണങ്ങിയ ശേഷം ഉടനെ തന്നെ തേച്ച് തുടങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുന്നത് വഴി പെട്ടെന്ന് തന്നെ ഈ പാടുകൾ മാറുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.